ഒരു ജോലിയില്ലാത്ത അമ്മമാരായോണ്ടേ വേറൊരു സ്ഥലമില്ല കേട്ടോ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാനേ. ആകെയുള്ളത് ഞങ്ങളുടെ കുഞ്ചിയുടെ അംഗൻവാടി കേട്ടോ. ഒട്ടും മടിച്ചില്ല, അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വെച്ച് കേട്ടോ. അടിച്ച് പൊളിക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഞങ്ങൾ പിള്ളേർക്ക് കുറേ സമ്മാനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത്തപ്പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് സെറ്റുപാടും ബ്ലൗസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്ന് നിന്ന് അത്തപ്പൂക്കൾ ഇടുകയും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ അംഗൻവാടി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മാറിപ്പെറുക്കി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം മുഴുവനേ അങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി ഞാനങ്ങ് തീരുമാനിച്ച് ഞാൻ അടുക്കളയിലോട്ട് കടന്നു കേട്ടോ. ചെന്ന വഴി എനിക്ക് കുറേ പരിപാടികൾ കിട്ടി കേട്ടോ. പായസത്തിൻ്റെ വർക്കുകളായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എങ്ങനെയും ആട്ടെ എന്ന് ഓർത്ത് ഞാൻ ഓരോരോ പരിപാടികൾ അവിടെ കിടന്ന ഒരു ആൻറ്റിയുടെ ഒരു ചെറിയൊരു ഷർട്ടും അങ്ങോട്ട് എടുത്തിട്ടിട്ട് പരിപാടികൾ ആരംഭിച്ചു കേട്ടോ. പയർ വറക്കലായി, പയറടപ്പത്ത് വെക്കലായി, പായസം വിളക്കലായി, അങ്ങനെ എൻ്റെ ജോലികൾ അങ്ങനെ നീണ്ടു പോയി കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബോക്സൊക്കെ കൊണ്ടുവന്ന് പാട്ട് വെച്ചിൽ, ഡാൻസ് കളിക്കൽ, പിള്ളേരുടെ ഓരോരോ പ്രോഗ്രാമുകൾ അടിപൊളിയായിട്ട് പിള്ളേർ നല്ല സെറ്റായിട്ട് വെച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്തും ചെറിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് കേട്ടോ. അന്നേരത്തേക്കും അവിടെ മിഠായി പെറുക്കലിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ മിഠായി പെറുക്കുകയാണ് പിള്ളേരെല്ലാവരും. മിഠായിക്ക് പകരം അവർക്ക് കൊടുക്കുന്നത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പെറുക്കുക എന്ന് പറഞ്ഞ പിള്ളേർക്ക് വലിയ ടാസ്ക്കാണ്. പിള്ളേർ വാരിക്കൂട്ടുന്നു, കുറേ പേര് എറിയുന്നു. ഇത് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു സുന്ദരിയെ, ആ സുന്ദരി എന്ത് കാണിച്ചെന്നറിയാമോ? നമ്മളെല്ലാം അപ്പ് എന്ന് കൈ കൊട്ടുമ്പോഴത്തേക്കും അവൾ ആ നിലത്തേക്ക് ആ ചെറുപയറെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവൾ നിന്ന് കൈ കൊട്ടുക മിടുക്കത്തി. അവളിപ്പോൾ അല്ല പിന്നെ ഞാൻ എല്ലാവർക്കും കൈ കൊട്ടാമെങ്കിൽ എനിക്ക് എന്നാ കൈ കൊട്ടാൻ പാട്. അവൾ ചാടിയേറ്റിരുന്ന് കൈ കൊട്ടു കേട്ടോ. കുഞ്ചിയൊക്കെ പെറുക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുഞ്ചിന് ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ ഗൈസ്. വേറൊന്നുമല്ല, കുഞ്ചിയാണെങ്കിൽ പെട്ടെന്ന് കൊതി കുത്തും കേട്ടോ. തോറ്റുപോയി എന്നെങ്ങാനും പറഞ്ഞ് ഞങ്ങൾ പിന്നെ പരിസരത്ത് നിൽക്കുകയില്ല കേട്ടോ. വേറൊരു കഥയുണ്ട്, ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അരോചകത്വമായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് പാവ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല കേട്ടോ. 2-2.5 വയസ്സേ ഉള്ളൂ. അവളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ ഏറ്റുന്ന കയ്യടിയും ബഹളവും ഒക്കെ കേട്ടോ. പാവം മുട്ടായി ഒന്നും പെറുക്കുന്നില്ല കേട്ടോ. എന്നാലും പാവത്തിനുള്ള സമ്മാനങ്ങൾ അങ്ങനെ മത്സരബുദ്ധി വളർത്തി കൊടുക്കുന്നില്ല പിള്ളേർക്ക്. എല്ലാവർക്കും ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. എല്ലാവരും ചെമ്പ്രമൊക്കെ പടിഞ്ഞിരുന്ന കേട്ടോ മിഠായി പെറുക്കുന്നത്. കാരണം അങ്ങനെ വലിയ മത്സരബുദ്ധികളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഇല്ലല്ലോ. എങ്ങനെ ജയിക്കണം അങ്ങനത്തെ ഒന്നുമില്ല. എന്നാണെങ്കിലും കുറേയൊക്കെ പെറുക്കി കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ കുഞ്ചിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചോണം. കാരണം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കയ്യാൽ ഡിസൈൻ ചെയ്ത് തയ്ച്ച എൻ്റെ കുഞ്ചിയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നൈസായിരുന്നു, നന്നായിരുന്നു, കൊള്ളുകയില്ലെന്ന് പറയണം. കാരണം എനിക്ക് ഒരു തയ്യലൊന്നും അറിയത്തില്ല. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ല ഇൻസ്ട്രക്ഷൻസ് ടീച്ചർമാരും ആശാ വർക്കർമാരും പിന്നെ മെമ്പർ എല്ലാവരും നമ്മുടെ നല്ല കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടും പിള്ളേരെ കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് കസേര കളിയെന്ന്. കാരണം ഇതുങ്ങൾ കുഞ്ഞുങ്ങളല്ല, ഇതുങ്ങൾക്ക് ഒന്നും അറിയത്തൊന്നുമില്ല. ഒരാൾ ഇപ്പുറത്തോടെ ഓടുമ്പോൾ ഒരാൾ അപ്പുറത്തോടെ ഓടാനൊക്കെ ആട്ടോ നോക്കുന്നത്. എന്നാലും പിള്ളേർ നല്ല മിടുക്കരായിട്ട് ടീച്ചർമാർ പറയുന്നത് വളരെ ശ്രദ്ധയോട് കൂടി കേട്ട് അടിപൊളിയായിട്ട് ഓടാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ എന്നെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. കുഞ്ചി അവസാനം വരുമ്പോൾ ഒന്ന് തോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തോൽവി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കേസാട്ടോ. എന്നെപ്പോലെയല്ല, ഞാൻ ജീവിതത്തിലേ ഒരു തോൽവിയാണ്, ഫുൾ തോൽവിയാണ്. നമുക്ക് തോക്കാനൊന്നുമില്ല, എല്ലായിടത്തും തോറ്റ് തൊപ്പിയിട്ട് നടക്കുന്ന കേട്ടോ. അപ്പോൾ കുഞ്ചിക്കൊരു പ്രശ്നമുണ്ട്, തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാവും. ഞങ്ങൾ കൂടുതൽ പ്രത്യേകിച്ച് ആരോടൊന്നും പറയാനോ മിണ്ടാനോ പിന്നെ നിൽക്കുകയല്ല കേട്ടോ. വീട്ടിൽ വെച്ച് ഞാൻ കുറേ തവണ ഇങ്ങനെ കസാര കളി കളിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോഴെല്ലാം അവൾക്ക് കസാര കിട്ടാതെ വരുമ്പം അവൾ വേറെ ഒരു കസാര എടുത്തുകൊണ്ട് വന്ന് ഒപ്പം ഇരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവൾക്ക് ഭയങ്കര പെട്ടെന്ന് അവൾക്ക് വിഷമാവുന്ന ആളാണ് കേട്ടോ. അങ്ങനെ കളിയുടെ ഇടയ്ക്ക് അവൾ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഒറ്റപ്പെട്ടു പോയി. അവൾ തോറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും പഠിച്ചില്ല. അവൾ ആ തലയിലിരുന്ന മുല്ലപ്പൂ ആദ്യമേ നിലത്തങ്ങ് അടിച്ചു കേട്ടോ. പിന്നെ ഒരു റായ് ഉണ്ടായിരുന്നു, റായും നിലത്തടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം, നമുക്ക് വീട്ടിൽ പോയേക്കാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. കാരണം അവൾക്കിഷ്ടമല്ല, അവൾ ജയിക്കണം, അവൾക്കത് മേടിക്കണം ഇത് മേടിക്കണം, ഭയങ്കര വാശിയാണ് കേട്ടോ. എന്നുവെച്ചാൽ മൂത്തയാൾ അത്രയ്ക്കും വാശി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കസാരകളൊന്നും നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അത് ഞങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്തു പോയി. അങ്ങനെ ഇതുണ്ടോ കുറച്ച് തോറ്റുപോയതിൻ്റെ ഒരു വിഷമം, അത് ഇച്ചിരി വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ കസാരകൾ. അപ്പോൾ എൻ്റെ ആ ഡ്രസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിടാം കേട്ടോ. പുറകുവശത്ത് വെച്ചിരിക്കുന്ന ബോയൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും സ്വന്തമായിട്ട് അഹങ്കാരം കാണിക്കുന്നത് കണ്ടോ. ആ ബട്ടൺസൊക്കെ ഞാൻ വെച്ചതാണ്. അപ്പോൾ നല്ല സുന്ദരിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുല്ലപ്പൂവൊക്കെ ഞാൻ മേടിച്ച് ചേട്ടായിട്ട് തലേദിവസം തന്നെ മുല്ലപ്പൂവൊക്കെ മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ മേടിക്കുന്ന കൂട്ടത്തിൽ എന്താ പറയുക, ചീരയുടെ കൂട്ടത്തിൽ എന്താണ്ട് നനഞ്ഞോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ചീര നനയ്ക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ നനഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുല്ലപ്പൂവ്. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഒരു വീക്ക്നെസ് ആട്ടോ, ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവ്. അങ്ങനെ പിള്ളേർക്കിടെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവരെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. അവസാന നിമിഷം ഇതുണ്ടാ 3 പേര് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ കുഞ്ചി അത്രയും നേരമൊക്കെ ഓടിയല്ലോ. അങ്ങനെയല്ല അവൾ ഓർക്കുന്നത്, അവൾക്ക് സമ്മാനം കിട്ടിയില്ല. പക്ഷേ ഇവർ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ മെമ്പറാണ്
ആണെങ്കിലും ടീച്ചർമാരാണെങ്കിലും അവർ പിള്ളേർ ഔട്ടാവുന്ന പിള്ളേരെ അവരൊരിക്കലും നിരുത്സാഹപ്പെടുത്തിയല്ല കേട്ടോ മാറ്റി നിർത്തുന്നത്. അവർ ജയിച്ചു, കാരണം ഇവർക്ക് അറിയത്തില്ല കസാരകളി എന്നാന്ന്. നിങ്ങൾ ജയിച്ചു മിടുക്കന്മാരാട്ടോ എന്ന് പറഞ്ഞാട്ടാ മാറ്റി നിർത്തുന്നത്. അത് ഭയങ്കര സന്തോഷത്തോടു കൂടി. പക്ഷേ ഇവളെ ഞാൻ തലേദിവസം കസാരകളി പഠിപ്പിച്ചതുകൊണ്ടാണ് ഇവൾക്കത് ഭയങ്കര വിഷമമായി പോയത് കേട്ടോ. തലേദിവസം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവൾക്കത് വലിയ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവളെ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് ഇവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ. ലാസ്റ്റ് ഇത് കണ്ടോ, അവർ രണ്ടുപേരും കിടന്ന് ഓടുന്ന കൂട്ടത്തിൽ എൻ്റെ കുഞ്ചിയുടെ കസാര പോയി ഗൈസ്. അതുകൊണ്ടാണ് അവൾ അത്രയും ബുദ്ധിമുട്ടായതും വിഷമമായതും കേട്ടോ. പാവത്തിൻ്റെ കസാര പോയതുകൊണ്ട് പാവത്തിന് വല്ലാത്ത വിഷമമല്ല ഞങ്ങൾക്ക് പകയുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നുണ്ട്, അരിശമായി, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വലിയ തള്ളമാരുടെ ഓട്ടോ മത്സരമായിരുന്നു കേട്ടോ. ആരെയും മാറ്റി നിർത്തില്ല, ടീച്ചറിനെ, ആൻറ്റീനെയും, മെമ്പറെ, ആശാവർക്കറേയും സകല ആൾക്കാരെ പിടിച്ചു നിർത്തി കേട്ടോ. പക്ഷേ ഈ ആശാവർക്കറിൻ്റെ കാല് വടംബലിച്ച് കഴിഞ്ഞ പ്രാവശ്യം എങ്ങാണ്ട് ചെറിയൊരു പ്രശ്നം വന്നേക്കുന്നതുകൊണ്ട് ദീപ ചേച്ചി എൻ്റെ ഫ്രണ്ടിലാണ് നിന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി ഓടാതെ നടക്കുവാണ് ചെയ്തത്. അപ്പോൾ അവർ കസാര നോക്കി നടക്കുക. അങ്ങനെ ഞാൻ തോറ്റുപോയി ഗൈസ്. അങ്ങനെ ഇങ്ങനെയായി ഭയങ്കര വാശിയേറിയ മത്സരമായിരുന്നു. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ മെമ്പറും ആൻറ്റിയും അങ്ങനെ ഒരു കുട്ടിയുടെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ മെമ്പർ ഔട്ടായി പോകുന്നു. അതിനുശേഷം നമ്മുടെ ആൻറ്റിയും ഒരു കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി തന്നെ വിന്നറാവുകയാണ് കേട്ടോ. ആൻറ്റി നല്ല മിടുക്കിയാണ്, എല്ലാ പ്രോഗ്രാമിനൊക്കെ കൂടാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാട്ടോ. അതിനുശേഷം നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തലാട്ടോ. സുന്ദരിക്ക് പൊട്ടുകുത്തൽ വളരെ അടിപൊളി കേസായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, സുന്ദരിയാന്ന് പറഞ്ഞ് എല്ലാവരും സുന്ദരിക്ക് കുത്തി കൊടുത്തേക്കുന്ന കാത് കുത്തി കൊടുത്തവരുണ്ട്, എന്താ പറയുക, കമ്മലിട്ട് കൊടുത്തവരുണ്ടെന്നൊക്കെ പറയുകയല്ലേ. അതുപോലെ നെറ്റിയെ പൊട്ട് കുത്തി കൊടുത്തവരുണ്ട്, കണ്ണ് കിട്ടാതെ കൊടുത്തവരുണ്ട്, കവിളെ കൊടുത്തവരുണ്ട്, മൂക്ക് കുത്തിയവരുണ്ട്, കണ്ണയിൽ മറുക് കുത്തിയവരുണ്ട്. ഇതിനെല്ലാം കൂട്ടത്തിൽ ഞാൻ കൊണ്ട് കുത്തിയത് വേറെ എവിടെയോ ആട്ടോ. ശരിക്കും കുഞ്ഞു പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലാത്ത ഒരു മേഖലയാണ്. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കുന്നു. പക്ഷേ വലിയവർക്ക് വരുമ്പോഴത്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയവരെ ശരിക്കും അവർ വട്ടം കറക്കിച്ച് കുറേ കറക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പൊട്ട് കുത്താനായിട്ട് വിടുന്നത്. കാരണം ഇവർക്കറിയാം കറക്റ്റായിട്ട് ഇവരിത് സംഭവങ്ങൾ കൊണ്ട് കുത്തുമെന്നറിയാം കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ അളന്നൊക്കെ വെച്ചിട്ട് അവിടെ ചെറിയൊരു കീറലുണ്ട്. ആ കീറലിൽ നിന്ന് നേരെ കുറച്ച് താഴത്തേക്ക് ഇറക്കി പൊട്ട് കുത്താന്നുള്ള രീതിയിലൊക്കെ ആട്ടോ ഞാനും പോകുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും അവിടെ കുത്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടോ. അങ്ങനെ പ്രോത്സാഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാട്ടോ. അപ്പം നമ്മളവർക്ക് അവിടെ തന്നെ ആയിരിക്കുന്നേ. അങ്ങനെ നമ്മളിത് എല്ലാവരെയും തെറ്റിച്ച് പെറുക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആരും അങ്ങനെ സെൻറ്ററിലൊന്നും കുത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ജസ്റ്റൊക്കെ ഒന്ന് അപ്പുറമൊക്കെ മാറി ഒന്ന് കുത്തിയിട്ടുണ്ടോ. അപ്പോൾ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക കേട്ടോ. എല്ലാവരെയും ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ അമ്മമാർക്ക് വേറൊരു സ്ഥലത്ത് അവസരങ്ങളില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ നാടൻ പ്രദേശങ്ങളിലൊന്നും ഈ പെണ്ണുങ്ങൾ ആരും ഒരു പ്രോഗ്രാമിന് ഇറങ്ങിയില്ല കേട്ടോ. അവർക്ക് എന്താ വലിയ ഇറിറ്റേഷനാണ് പ്രോഗ്രാമിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. ഒരു പ്രോഗ്രാമിന് ഇറങ്ങിയില്ല. അവരൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ, പിന്നെ എന്താ പറയുക, കുലസ്ത്രീകളെന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളവരൊന്നിനും ഒരു കേസിനും ഇറങ്ങിയില്ല. പക്ഷെ മറ്റുള്ളവരിറങ്ങുന്ന കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട്. അതുകൊണ്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ പ്രോഗ്രാമിന് കൂടുന്നത് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം. പക്ഷേ ഇവിടെയൊന്നും ആരും അങ്ങനെ കൂടും പെറുക്കൊന്നുമില്ല. അവസാനം എനിക്ക് അവസരം വന്നു കേട്ടോ. എനിക്ക് അവസരം വന്നിട്ട് ഞാൻ കുത്തുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ദീപച്ചേച്ചി എന്നെ ഒരു 100 കറക്കി കേട്ടോ. ഈ കറക്കിയപ്പോൾ എൻ്റെ തല കറങ്ങിയിട്ട് എനിക്ക് പിന്നെ കറങ്ങാൻ പറ്റുന്നില്ല. എങ്ങോട്ടാ പോയെന്നും എനിക്കറിയത്തില്ല. പിന്നെ ആ പെണ്ണങ്ങാണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ പൊന്നാച്ചിയെ വീഡിയോയെ. അങ്ങനെ നമ്മുടെ അവിടെ വന്നത്തെ ദീപചേച്ചിയുടെ ചേട്ടനാട്ടോ അടുത്തത് കുത്തുന്നത്. തൊട്ടടുത്ത വീടുകളിൽ കൂടെയുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ വിളിച്ച പേരൻസും പിന്നെ ടീച്ചറും ആൻറ്റിയും മെമ്പറും എല്ലാവരും ഭയങ്കര സെറ്റപ്പായിട്ട് നല്ലപോലെ സഹകരിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സുന്ദരിക്ക് പൊട്ടുകുത്തൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്ത് അവസാനമായിട്ട് 2 പേര് വരെ കൂടിയായിരുന്നു പറഞ്ഞ് മാറി നിന്ന പിള്ളേരെ വരെ നമ്മൾ അതിനകത്ത് കൊണ്ട് ചാടിച്ചു കേട്ടോ. കാരണം എല്ലാവർക്കും ഇരിക്കട്ടെ എന്നേ ഓരോ അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ. എല്ലാവരെയും പറ്റിക്കുന്നൊക്കെ നല്ല രസമാണ്. ലാസ്റ്റ് മെമ്പറെ ഞങ്ങളെല്ലാം കൂടെ കൂടി പിടിച്ച് വട്ടം കറക്കിച്ച് കൊണ്ടുപോയി കുത്തിപ്പിക്കാൻ നോക്കുക കേട്ടോ. മെമ്പറും എവിടെ അങ്ങോട്ടൊക്കെ കൊണ്ട് കുത്തി കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് ദീപചേച്ചി ഞങ്ങളുടെ ആശാവർക്കറാണ്, ദീപചേച്ചിനെയും കണ്ണ് കെട്ടിച്ച് കൊണ്ട് കറക്കി. ഞാൻ പറഞ്ഞു 3 വരെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ട് കുത്തിയാൽ മതി എന്നൊക്കെ. ഏകദേശമൊക്കെ അവിടെ നെറ്റിയാലോ കണ്ണയിലൊക്കെ കൊണ്ട് മറുകൊക്കെ ആയിട്ട് കൊണ്ട് കുത്തി കേട്ടോ. അങ്ങനെ 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർ കൂടുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി നിൽക്കുമായിരുന്നു. അവരോടും പറഞ്ഞു കൂടണം, ഇവിടെ വന്ന സ്ഥിതിക്ക് കൂടാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ കൂട്ടി കേട്ടോ. അതിനുശേഷം പിന്നെ പിള്ളേർക്കൊക്കെ നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെല്ലാ അമ്മമാരും
വീട്ടിൽ നിന്ന് 2 കൂട്ടം കറികൾ വെച്ചാട്ടോ നമ്മുടെ അങ്കൻവാടി കൊണ്ടുപോയത്. അതിനകത്ത് 2 കറി കൊണ്ടുപോയത് ഞാനാണ്. മധുരക്കറിയും കൊണ്ടുപോയതും അതുപോലെ തന്നെ ഇഞ്ചിക്കറിയും കൊണ്ടുപോയത് ഞാനാട്ടോ. എൻ്റെ കുഞ്ചി മുല്ലപ്പൂ നിലത്തടിച്ചു, റായും നിലത്തടിച്ചു, അതാട്ടോ തലയിലൊന്നും ഇല്ലാത്തത്. മധുരക്കറി ഞാൻ കൊണ്ടുപോയി. പിന്നെ അവിയൽ സാമ്പാർ വേറൊരു കുട്ടിയുടെ അച്ഛൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് മോരുകറി കൊണ്ടുവന്നു, പച്ചമോര്, അതുപോലെ തന്നെ അത് കുറേ കറികൾ അങ്ങനെ വീടുകളിൽ കൂടെ കൊണ്ടുവരുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാവരും സ്പോൺസർ ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ പായസം സ്പോൺസർ ചെയ്ത് നമ്മുടെ മെമ്പറായിരുന്നു. അത് നമ്മൾ അങ്കൻവാടി തന്നെ ഉണ്ടാക്കുക കേട്ടോ ചെയ്തത്. ബാക്കി എല്ലാവരും ഓരോരോ കറികളൊക്കെ സ്പോൺസർ ചെയ്ത് പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മുന്നലൂർ പഞ്ചായത്തിലുള്ള മെമ്പർമാരെയും അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. 10, 13, 14 കറി കൂട്ടിയാട്ടോ ഞങ്ങൾ സദ്യ കഴിക്കുന്നത്. ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അവസാനമായിട്ടോ കഴിക്കാനിരുന്നത്. കാരണം നമ്മുടെ എല്ലാ ആൾക്കാരും കഴിച്ചൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മത്സരത്തിന് കൂടി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു എന്നാ പറയുക, ഒരു സന്തോഷം അല്ലേ, പിള്ളേർക്കാണെങ്കിലും അങ്ങനെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ പേരൻസ് എല്ലാം കൂടി പിരിവെടുത്ത് ഞങ്ങൾ ഗിഫ്റ്റുകളെല്ലാം മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സമ്മാനങ്ങളെല്ലാം നമ്മൾ മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ പിള്ളേർക്കും എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തു. കൂടിയ എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഒരു സന്തോഷമാവട്ടെ. കാരണം മത്സരത്തിന് വന്നേക്കുന്നവർ, മത്സരത്തിന് കൂടിയവർക്കും എല്ലാവർക്കും ഒരു സമ്മാനം, സന്തോഷം അല്ലേ, നമുക്കാണെങ്കിലും ഒരു സന്തോഷമില്ലേ. അങ്ങനെ ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ വളരെ വിശാലമായിട്ടും വിശന്ന് മനുഷ്യൻ്റെ അണ്ടകടാകം വരെ കത്തി കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയതായിരുന്നു. പക്ഷെ ചോറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ ഒരു അന്താളിപ്പും വിശപ്പില്ലായ്മയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം വിശന്നിരിക്കുമല്ലേ. അങ്ങനെ പപ്പടം വന്നു, ഉപ്പേരി വന്നു, നമ്മുടെ എന്താ പറയുക ശർക്കര വരട്ടി വന്നു, പയറുതോരൻ വന്നു, അച്ചാർ വന്നു, എൻ്റെ ഇഞ്ചിക്കറി വന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വരുവാട്ടോ. മറ്റേ സിനിമയ്ക്കകത്ത് ബിജുമേനോൻ പറയുന്ന ഓലം വന്നു, കാളം വന്നു എന്ന് പറയുന്ന പോലെ ഇച്ചിരി താമസമുള്ളത് വേറൊന്നും അല്ല കേട്ടോ ഗൈസ്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എക്സ്പേർട്ടുകളല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പയ്യെ ഓരോന്നൊക്കെ ചെയ്ത് പെറുക്കിയൊക്കെ വന്നാണ് ഇങ്ങനെ ആയത്. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി താമസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തോരൻ വന്നു, മെഴുക്കുവരട്ടി വന്നു, അതിനുശേഷം നമ്മുടെ കൂട്ടുകറി കേട്ടോ, മത്തങ്ങായും പയറും. നമ്മുടെ അങ്കൻവാടിയിൽ നമ്മുടെ ടീച്ചറും ആൻറ്റി നട്ട് വളർത്തിയ മത്തങ്ങയാട്ടോ കറി വെച്ചേക്കുന്നത്. അതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ അവിടുത്തെ. ഞാൻ ഒരു തവണ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്കൻവാടിയിലെ പച്ചക്കറികളെല്ലാം കേട്ടോ. അതൊക്കെ അവരുടെ കഷ്ടപ്പാടിൻ്റെയാണ്. അങ്ങനെ അവർ നമുക്കത് വിളമ്പി തന്നു കേട്ടോ. കഷ്ടപ്പാടിൻ്റെ ആ ഒരു സ്നേഹം നമുക്കിങ്ങോട്ട് വിളമ്പി തന്നു. പിന്നെ പച്ചടി അങ്ങനത്തെ എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നിറച്ച നല്ല നല്ല വിഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് വിശപ്പ് കെട്ടുപോകാന്നൊക്കെ പറയില്ല, അതുകൊണ്ടാട്ടോ. എനിക്ക് എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. വിശപ്പും കൊണ്ട് കഴിക്കാനായിട്ട് ചോറ് വിളമ്പി തന്ന എനിക്ക് മെമ്പറാട്ടോ. മെമ്പറോട് ഞാൻ മതി എന്നൊരു വർത്താനം പറയില്ല. മെമ്പർ പറഞ്ഞു നീ മതി എന്ന് പറയുന്നവരെ ഞാൻ ഇടുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു വർത്താനമേ പറയില്ല, അതുകൊണ്ട് വിളമ്പി തന്നിട്ട് വിട്ടു പൊക്കോളാം ഞാൻ പറഞ്ഞു കേട്ടോ. ആവശ്യത്തിന് വിളമ്പിന്ന് തോന്നുവാണ് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പരിപ്പായി, പരിപ്പ് ഇച്ചിരി ഉറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറായി, അങ്ങനെ എല്ലാം നിറച്ച് വിഭവങ്ങൾ വന്ന് അടിപൊളിയായിട്ടിരുന്ന സദ്യ ഉണ്ട് കേട്ടോ. സദ്യ ഉണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തരം ശ്വാസം മുട്ടായിരുന്നു. ദൈവമേ, ഇനി ഇവിടെ നിന്ന് ഏറ്റുപോകണമല്ലോ എന്നോർത്തെ. അങ്ങനെ നമ്മൾ സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ടോ ടീച്ചർ കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. എനിക്ക് 2 മൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും മടിച്ചില്ല. ദീപചേച്ചനെ അടുത്ത് വിളിച്ചിരുത്തി ഞങ്ങൾ ഭയങ്കര കരോക്കിയിട്ട് പാട്ടാട്ടോ. പാട്ടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പാട്ടെ ലയിച്ചിരുന്ന് പാടും കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നപ്പാ ഈ കിടന്ന് അമർന്നെന്നെ വാതൊക്കെ എത്തി നോക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.